നമ്മൾ മക്കളെയൊക്കെ വളർത്തുമ്പോഴേ അവരുടെ കോൺഫിഡൻസ് കളയുന്ന ഒരു 4 കാര്യങ്ങളാണ്. അതിന്റെ ഒപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ കുഞ്ഞിന്റെയും ചിറക് വെച്ചു കൊടുക്കേണ്ട ആരെന്നറിയാമോ? അച്ഛനും അമ്മയും തന്നെയാണ്. അവരുടെ കോൺഫിഡൻസ് കളയുന്ന ഒരു 4 കാര്യങ്ങൾ ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ഹാർഷ് ആയിട്ടുള്ള വേർഡ്സ് പറയുന്നു കുഞ്ഞുങ്ങളോട്. നിനക്കൊന്നും പറ്റില്ല, അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ ഒരു സെൽഫ് ബിലീഫ് സിസ്റ്റത്തെ തന്നെ ഡിസ്ട്രോയ് ചെയ്യണേ. നിങ്ങൾ മനസ്സിലാക്കുക, ഓരോ കുഞ്ഞിനും വേണ്ട അപ്രിസിയേഷൻ ആണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? കോൺസ്റ്റന്റ് ആയിട്ടുള്ള കമ്പാരിസൺ. അവൻ ബെറ്റർ ആവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ്ലെസ് ആണ്, നിന്നെ കൊണ്ടൊന്നും പറ്റൂല, ഇങ്ങനെയുള്ള ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടുവന്ന കാര്യങ്ങൾ പറയാതിരിക്കുക. കാര്യം ഏതൊരു കുഞ്ഞും യുണീക്കാണ്, അവന് അവൻ്റെതായിട്ടുള്ള സമയം എടുത്തേക്കാം. അപ്പൊ അത് ക്ഷമയോടെ കാത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്താണ്? ഇഗ്നോറിങ് ദെയർ എഫേർട്സ്. ഓരോ കുഞ്ഞും നല്ല കുഞ്ഞു തന്നെയാണ്. അവർ ഒത്തിരി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന കാര്യമൊന്നും അല്ല മോശമാകുക എന്നുള്ളത്. അപ്പൊ അവരുടെ ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ്, അവന് ഇന്ന് 30 മാർക്ക് മേടിച്ചിട്ടുണ്ടെങ്കിൽ അടുത്തോടെ 35 മാർക്ക് മേടിച്ചാൽ മതി. അല്ലെങ്കിൽ അവന് ഡ്രോയിങ് ആണ് ഇഷ്ടമെങ്കിൽ അതിലേക്ക് നോക്കുക, അവന് പെയിന്റിംഗ് ആണ് ഇഷ്ടമെങ്കിൽ അതിലേക്ക് നോക്കുക. അല്ലാതെ കുഞ്ഞുങ്ങളുടെ ടാലൻസിനെ നമ്മൾ കെടുത്തി കളയരുത്. കാര്യം എന്താ? അവരെ വാല്യൂ ചെയ്യാതിരുന്നാൽ അവർക്ക് വർത്ത്ലെസ് ആയിട്ട് ഫീൽ ചെയ്യും, അവരൊന്നും ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയുമോ? മക്കൾക്ക് നല്ല ടോയ്സ് മേടിച്ചെടുക്കുക, ഏറ്റവും സ്കൂളിൽ കൊണ്ടേ ചേർക്കുക, ഇതൊന്നുമല്ല. അവർക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് പാരന്റ്സിന്റെ ടൈമും പ്രസൻസും ആണ്. അപ്പൊ ഇത് ഇല്ലാത്തൊരവസ്ഥ വന്നാൽ അവന് ഇമോഷണലി അവൻ വിചാരിക്കുന്നത് എന്താണ്? അവൻ ആരും ഇല്ലാന്ന് തോന്നും. അപ്പൊ കുട്ടികളെ ബ്രേക്ക് ചെയ്യണത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് സ്കൂളിൽ മാർക്ക് കിട്ടാത്തോണ്ടൊന്നും അല്ല. പാരന്റ്സിന്റെ വേർഡ്സ്, അവരുടെ ആക്ഷൻസ്, അവര് കാണിക്കാത്ത സ്നേഹം, അവര് കൊടുക്കാത്ത സമയം, ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മോശമാക്കി കൊണ്ടുപോകുന്നത്. അപ്പൊ ഒരു കുഞ്ഞിനെ ബിൽഡ് ചെയ്യണം, കോൺഫിഡൻസിന്റെ കുഞ്ഞാക്കി വളർത്തണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സമയവും ആ സമയം കൊടുക്കുമ്പോഴുണ്ടല്ലോ അവന് ഫീൽ ചെയ്യണ ലെവലിലേക്ക്, അവനെ അപ്രിഷിയേറ്റ് ചെയ്യുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്യണം. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. കാരണം ഓരോ കുഞ്ഞും ഇത് അർഹിക്കുന്നുണ്ട്. അവനെ നശിപ്പിക്കാനല്ല, അവനെ ബിൽഡ് ചെയ്യാനാണ് ഓരോ അച്ഛനും അമ്മയും ട്രൈ ചെയ്യേണ്ടത്.